സാർ, സംസ്ഥാനത്തെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പൂർണ്ണമായും നിന്നുകിടക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഒരു അടിയന്തര ഇടപെടൽ പ്രസ്തുത വിഷയത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാന് ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. വളരെ വർഷങ്ങളായി വിദ്യാർത്ഥി യുവജന സംഘടന പ്രവർത്തിച്ച ഒരാളാണ്. ഇതേപോലെ ധാരാളം സംസ്ഥാനത്തെ 10-50 ലക്ഷത്തോളം ആളുകൾ ഉപജീവനം കഴിയുന്ന നിർമ്മാണ കൺസ്ട്രക്ഷൻ മേഖല പൂർണ്ണമായി നിന്ന് കിടന്നിട്ടും ഗവൺമെന്റ് ഒരു ഇടപെടൽ നടത്തിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞ നവകേരള സദസ്സിന് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇതേപോലെ എല്ലാ മണ്ഡലങ്ങളിലും ധാരാളം പരാതി കൊടുത്തിട്ടും അത് കേട്ടിട്ട് ഒരു പരിഹാരം മാത്രമല്ല സാർ. ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇവിടെ ഇരിക്കുന്ന UDF നേതാക്കന്മാരും ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം കേൾക്കാനും അതിൽ ഇടപെടുന്നു എന്നത് ആത്മാർത്ഥമായതുകൊണ്ടാണ് ഇടപെടുന്നത്. വളരെ സന്തോഷമുണ്ട്. കൺസ്ട്രക്ഷൻ മേഖല പൂർണ്ണമായി നിന്ന് കിടക്കുകയാണ്. വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു നേതാവിന് കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനത്തു നിന്നാണ് നിർമ്മാണ വസ്തുക്കൾ ഇപ്പം കേരളത്തിലെ 8ഓളം ജില്ലകളിൽ ആവശ്യമായ നിർമ്മാണ വസ്തുക്കൾ വരുന്നത്. സാറേ, സാധാരണക്കാരായ താഴേക്കിടയിൽ സാധാരണക്കാരുടെ വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോലും താഴേക്കിടയിൽ കൺസ്ട്രക്ഷൻ മേഖല ഒന്നും നടക്കുന്നില്ല. ഇൻഡസ്ട്രി മുഴുവൻ നിന്നു, കരാറുകാരുടെ ജോലി നിന്നു, നിർമ്മാണ വസ്തുക്കളുടെ വില ക്രമാതീതമായി ഉയർന്നു. ഇത് വലിയ രൂപത്തിലേക്കുള്ള പ്രതിസന്ധി വെച്ചു. ടയർ റോഡ് സോളിങ്, കൺസ്ട്രക്ഷൻ മേഖലയിലെ കോൺട്രാക്ടർമാർ, പെയിന്റ് കട ഉൾപ്പെടെയുള്ള വ്യാപാരി വ്യവസായ ഏകോപന ഉൾപ്പെടെയുള്ള 20ഓളം സംഘടനകൾ ഞങ്ങൾ ചേർന്നുകൊണ്ട് സംസ്ഥാനത്തെ ഒരു ഐക്യ കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ പ്രക്ഷോഭം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയം പഠിക്കാനും ഒരു പെർ ഡേ 15 കോടി രൂപയാണ് അന്യസംസ്ഥാന സർക്കാർ ഈ മെറ്റീരിയൽ വരുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ വരുമാനം നഷ്ടപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് വരേണ്ട പെർ ഡേ 15 കോടി നഷ്ടപ്പെട്ടിട്ടും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ അതോട് സാർ കേൾക്കണം സാർ. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ രാവിലെ ദോശ കഴിക്കുന്നില്ലേ, നിങ്ങളിതിന് ചെറുപയർ കറിയായി കഴിക്കുന്നില്ലേ, അത് നിങ്ങൾ ഇവിടുന്നാണ് വരുന്നത്, ആന്ധ്രയിൽ നിന്ന് വരുന്നത് എന്ന് ചോദിച്ച ഒരു വ്യവസായ മന്ത്രി. അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഞാൻ 486ലേക്ക് മാറി. അപ്പോ 8,000-ഓളം 6,000 ഉണ്ടായ സ്ഥാപനം ഞാൻ അടച്ചുപൂട്ടിച്ചു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി അദ്ദേഹമായിരിക്കും. അതുകൊണ്ട് ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ ഈ മേഖലയിലെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണം എന്ന് അഭ്യർത്ഥിക്കുക.